ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചോസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തി ഡിസൈനാണ് കേട്ടോ. സൽവാർ സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സും ഈ ഒരു സീക്വൻസും മാത്രം മതി, വേറെ ഒന്നും നമുക്കിവിടെ വേണ്ട. നമുക്ക് ഈ ഒരു ബീഡ്സുകൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പാറ്റേൺ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കണ്ടോ ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളത് ആ ഒരു ഷേപ്പിൽ, അതായത് ഇങ്ങനെ എന്താ പറയുക, ഒരു അല്ല ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് നെക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്താണ് ഈ ഒരു സെൻറ്ററിൽ വരച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്ക് ഒരു നെക്കും കൂടെ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പം എന്താ പറയുക, അങ്ങനത്തെ 2 ടൈപ്പിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ 14 ഇഞ്ച് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ വരെ അതൊന്ന് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലേക്കും ലീഫും സ്റ്റെമ്മും ഫ്ലവേഴ്സും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും കുറച്ച് സ്റ്റെംസ് ഒക്കെ വരച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് റൗണ്ട്സ് കൊടുത്തു, പിന്നെ വീണ്ടും സ്റ്റെംസ്, വീണ്ടും റൗണ്ട്സ്, അങ്ങനെ താഴെ വരെ നമ്മൾ യോക്കിൻ്റെ പോർഷൻ വരെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടേ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് ഞാനിപ്പം നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓവർ കോട്ട് വർക്ക് പോലെയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വർക്ക് നേരത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തെ ആ ഒരു ഇന്നർ പീസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡിസൈനകത്ത്, ഈ ഒരു സരിത ജയസൂര്യ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡിസൈനകത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അപ്പം നമുക്ക് ഇന്നറാണ് അടിയിൽ വരുന്നത്. അതായത് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പെന്ന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നെക്കിൻ്റെ തൊട്ട് താഴെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പെന്ന്. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഇത് സെപ്പറേറ്റ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതേപോലെ ലീഫും സ്റ്റെമ്മും ഒക്കെ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് 1 ഇഞ്ച് വെച്ചിട്ടാണ്, ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഓരോ ലീഫും സ്റ്റെമ്മുകളും നമ്മൾ വരച്ച് കൊടുക്കുന്നത്. മനസ്സിലായോ? ഓരോ ലൈനും നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ പെൻസിലിൻ്റെ പേര് അപ്സര ഗ്ലാസ് മാർക്കർ പെൻസിൽ എന്നാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ സ്കിപ്പ് അടിച്ചു പോകുന്നവർക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് എന്തൊക്കെയാണ് പറയണമെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മിസ്സായി പോകും. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ പേര് ഗ്ലാസ് മാർക്ക് പെൻസിൽ എന്നാണ്. നമ്മൾ ഫസ്റ്റ് ആദ്യം നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്കിൻ്റെ താഴെ സെൻറ്ററിൽ ലൈൻസൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻസാണ് ഞാനിപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എൻ്റെ ഒരു 3 ലൈൻസാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ലൈൻസ് എന്ന് പറയുന്നത് 3 ലൈൻസായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈനാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ ഓരോ കട്ട് ബീഡ്സായിട്ട് നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ലൈന് ആദ്യം ഏറ്റവും മുകളിൽ വരെ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലെഫ്റ്റും റൈറ്റും ഉള്ള ചെറിയ ലൈൻസും കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു യോക്കിൻ്റെ പോർഷനിൽ സെൻറ്ററിൽ താഴേക്ക് വരുന്നിട്ടുള്ള ലൈൻസ് 3 ലൈൻസായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഇപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ലൈൻസായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ആ ഒരു സെൻറ്റർ പോർഷനിൽ. പക്ഷേ മുകളിലത്തെ നെക്ക് കണ്ടോ, നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ 2 ലൈൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ 3 ലൈൻസ് ചെയ്തു. മുകളിലേക്ക് വരുന്തോറും കണ്ടോ, മുകളിലേക്ക് ചെന്നപ്പോൾ ആ 2 ലൈൻസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റത്തേക്കും കൺവേർട്ട് ചെയ്ത് അങ്ങ് പോയി. ഇനിയിപ്പം നമ്മൾ ഇതേപോലെ സ്റ്റെംസുകളാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റെംസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം സെൻറ്ററിലുള്ള ലൈൻസ് ഫില്ല് ചെയ്തേ, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കട്ട് ബീഡ്സും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓരോ ബീഡ്സായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല. ഇത് 1, 2, 3 ദിവസങ്ങളിൽ എടുക്കും. കാരണം ഇച്ചിരി ഹെവി വർക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാനൊന്നും ഞാൻ പറയില്ല. കുറച്ച് താമസം എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ടും ആ സ്റ്റെംസ് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുക്കണേ. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രയാസമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഒറ്റ ലൈൻസൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഉണ്ടോ യോക്കിൻ്റെ പോർഷനിൽ നിന്ന് ഒരു 6 ലൈൻസിലെങ്കിലും താഴേക്കാണ് ഈ ഒരു സ്റ്റെമ്മും ലീഫും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേന് എന്തായാലും കുറച്ച് താമസമൊക്കെ എടുക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ ബീഡ്സുകൾ കോർക്കുമ്പോൾ ഉണ്ടല്ലോ 2, 3, 4 ബീഡ്സ് വെച്ച് ഒരിക്കലും നിങ്ങൾ കോർത്തിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ ഈ ഫ്രെയിമിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ മാറ്റുന്ന സമയത്ത് ഈ ബീഡ്സുകളൊക്കെ ലൂസായി പോയിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തൂങ്ങിക്കിടക്കണ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് മാക്സിമം നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ടൈറ്റ് ചെയ്യണം. ഫ്രെയിമിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ മാറ്റിയാൽ പോലും നമ്മുടെ ബീഡ്സൊക്കെ അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളൂ. ഇപ്പം നമ്മൾ ആ സ്റ്റെം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ലീഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റെം ചെയ്ത പോലെ തന്നെയാണ് ലീഫും ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സ്റ്റിച്ചായിട്ട് അങ്ങനെ ചെയ്തങ്ങ് പോവാണേ. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടോ, പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ഡിസൈനറൊക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ത്രെഡ് എടുക്കുന്നത്, അപ്പം ഏതൊക്കെ നീഡിലാണ്, അതെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്കെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക, ആ റൗണ്ട്സ് കണ്ടോ, ആ റൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവർ ആയിട്ടോ വരുന്നത്. സെൻറ്ററിൽ ഒരു ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ബീഡ്, ചെറിയ റൗണ്ട് ബീഡ്സ് ഇതുപോലത്തെ ഇത്രയും വലുപ്പത്തിലുള്ളത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിപ്പോൾ അതിനകത്തോടി തന്നെ ഒരു നീഡിലെടുത്തിട്ടുണ്ട്. ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഫിക്സായിട്ട് അങ്ങനെ ഇരുന്നോളും. നമ്മുടെ ഈ ഒരു ബീഡ് അനങ്ങത്തില്ല. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചോടെ. ഞാനിപ്പോൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കട്ട് ബീഡ് എടുത്തു, അതുപോലെ തന്നെ ഒരു സീക്വൻസും എടുത്തു. കണ്ടോ, ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും. അതിനെ ആ 4 ഭാഗത്തേക്ക്, ആ ബീഡ്സിൻ്റെ റൗണ്ട് ബീഡ്സിൻ്റെ 4 ഭാഗത്തേക്ക് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അതിന് ശേഷമാണ് നമ്മൾ ആ ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് ബാക്കിയുള്ള ബീഡ്സുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഈ ഫ്ലവർ നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാനാണെങ്കിലും ഈ ഫ്ലവർ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ 4 സൈഡിൽ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു കട്ട് ബീഡ്സും ഒരു സീക്വൻസും എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ കാണിക്കുന്ന ഡിസൈൻസൊക്കെ ജസ്റ്റ് കണ്ടുപോവാതെ നിങ്ങൾ വർക്കൊക്കെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ചെറിയ വർക്കാണെങ്കിലും ബിഗിനേഴ്സൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. ചെറിയ വർക്കുകളൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കി ഒന്ന് പഠിക്കുക കേട്ടോ. അത് നിങ്ങൾക്കും ഡിസൈനറൊക്കെ ആവണ്ടേ. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ വർക്ക് മുതൽ പഠിച്ചു വരിക. അപ്പോൾ നമ്മൾ ആ ലീഫും സ്റ്റെമ്മും ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഫ്ലവറും ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ആ ലീഫിനകത്തോടി ഒരു 2 3 കട്ട് ബീഡ്സ് എടുത്തിട്ട് ഒരു സീക്വൻസും കൂടെ എടുത്തിട്ട് ഇതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ വർക്കൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തിളങ്ങണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലീഫിനകത്ത് ഈ ഒരു സീക്വൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം തിക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നല്ല തിക്കായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ
2 3 ബീഡ്സും ഒരു സീക്വൻസും കൂടെ ആ ലീഫിൻ്റെ അകത്തുള്ള സ്പേസിൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക, ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സ്റ്റെമ്മും ലീഫും ഫ്ലവേഴ്സും പിന്നെ ലീഫിനകത്തുള്ള ഈ ഫില്ലിങ്ങും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റെമ്മും ലീഫും ചെയ്ത് കഴിഞ്ഞു. അതേപോലെ മുകളിലും നമ്മൾ ചെയ്ത് കൊടുക്കുക, ലീഫും സ്റ്റെമ്മുകളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അളവെന്ന് പറയുന്നത് 1 ഇഞ്ച് 1 ഇഞ്ച് ഗ്യാപ്പിലായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓരോ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റെമ്മും ലീഫും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.